കൊടുത്തില്ല, ബില്ല് മാത്രം കൊടുക്കും. ഞാൻ അങ്ങനെ കൊടുക്കാൻ പറ്റും, കേസ് ടു കേസിൽ തരാൻ പറ്റും. പക്ഷെ വണ്ടി സർവീസ് ചെയ്തിട്ട് പോകുന്ന എല്ലാ കസ്റ്റമർക്കും കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ഒരു സ്റ്റാഫ് ഇരുന്നിട്ട് നോട്ട് ചെയ്യണം. അതെന്താ ഇതാണ്. പക്ഷെ എന്തായാലും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ മറുപടി പറയാം. അതെ, നമ്മൾ 42 പേര് പരാതികൾ ഇവിടെ നമ്മൾ എഴുതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ഫോർവേഡ് ചെയ്യും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് 8 മണിയാവും. 3 മണിക്ക് വണ്ടീൻ്റെ പോകണം. പറയാം, ഞാൻ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ എത്രയും പെട്ടെന്ന് അത്യാവശ്യ കാര്യങ്ങൾ ഒരു 5 മിനിറ്റ് കൊണ്ട് പറയേണ്ട ആളുകൾ പറഞ്ഞിട്ട് ബാക്കി നമ്മളെ ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഫോർവേഡ് ചെയ്യാം. ബാക്കി കാര്യം പരിഹരിക്കുക. നമുക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് നമ്മളെ പുതിയ സമിതിയിലെ കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ സാറേ എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പം കാസർഗോഡ് ആണ് സ്ഥലം. ഇപ്പം നമ്മളവിടെ ഒരു പണിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഓയിൽ ചേഞ്ചിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ഗ്രൂപ്പിലെ സുരേഷ് ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോറൂമിൽ വിളിക്കുമ്പോൾ 1 മാസമായി ഡേറ്റ് കിട്ടുന്നു. അവർ പറഞ്ഞ വണ്ടി പെൻഡിങ് ആണെന്നാണ് പറയുന്നത്. ഇതുപോലെ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ ഷോറൂമിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് 3-4 വണ്ടി ഉണ്ട്. എൻ്റെ വണ്ടി 5 മണി വന്നു കഴിഞ്ഞപ്പോൾ ഷോറൂമിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞിട്ട് 10-20 ദിവസത്തേക്ക് നോക്കണ്ട, 3-4 വണ്ടി പെൻഡിങ് ആണെന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ദിവസം നമ്മൾ ഈ വണ്ടി ഇവിടെന്നാണ് പറയുന്നത്. എന്നിട്ട് ഞാൻ പുറത്തുള്ള ഒരു മെക്കാനിക് കൊണ്ട് വണ്ടി കഴിപ്പിച്ചു. എന്നിട്ട് സാറിന് ഷോറൂമിൽ ചോദിക്കുമ്പോൾ സാധനമില്ല. എന്നിട്ട് ഞാൻ സാറിനെ വിളിച്ചു. സാറിന് ഓർമ്മകളൊന്നും എനിക്ക് അറിയത്തില്ല. സാറിനെ വിളിച്ചിരുന്നു. സാറ് കണ്ണൂർ വിളിച്ചു പറഞ്ഞപ്പോൾ സാധനം എനിക്ക് കിട്ടിയത്. അങ്ങനെയാണ് കാസർഗോഡ് ഷോറൂമിന്റെ അവസ്ഥ. ഈ 10-20 ദിവസം നമ്മൾ വണ്ടി വെക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കംപ്ലൈന്റ് കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റാത്തത് ഓരോ സാധനം ഇവർ മാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 3000-4000 വരെയുള്ള സാധനം മാറ്റിയിട്ട് പിന്നെ കംപ്ലൈന്റ് ശരിയാവുന്നില്ല. അതിന്റെ ബില്ല് നമ്മൾ അടയ്ക്കണം. ഇവർ പണി പഠിച്ചുകൊണ്ടിരിക്കുന്ന പൈസ മുഴുവൻ നമ്മളോടാണ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്റെ വണ്ടി മിസ്സിംഗ് ആയിട്ട് ഞാൻ ഷോറൂമിൽ കൊണ്ടേ. അപ്പൊ ഞാൻ ഈ വണ്ടി എടുത്ത് അടയ്ക്കാം, സെക്കൻഡ് വണ്ടി എടുത്താൽ എനിക്ക് വണ്ടിയെ കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. അപ്പൊ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് അത് 1 സീറ്റിംഗ് ആക്കണം, ഹെഡ് അടിക്കണം. അതുകൊണ്ട് ഓക്കെ വെച്ച് 3 ദിവസം വണ്ടി വെച്ച് കൊടുത്ത് 3800 രൂപ എനിക്ക് ചെലവുണ്ട്. എന്നിട്ടും ഹെഡ് ഇട്ട് വണ്ടി സെറ്റ് ആയി കഴിഞ്ഞ് വണ്ടി ഒടുങ്ങി വീണ്ടും മിസ്സിങ്. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു കറക്റ്റ് പ്ലഗ് മാറ്റുമോ? പ്ലഗിന്റെ അല്ല, പുതിയ പ്ലഗ് ഇട്ടതാണ്. എന്തായാലും ആ മിസ്സിങ് വെച്ച് ഇവിടെ വന്നു. അത് പിന്നെ ശരി, എനിക്ക് ഞാൻ പറഞ്ഞു ഇത്രയും ദിവസം എനിക്ക് വണ്ടി വെക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു. ഞാൻ സ്വന്തം വീട്ടിൽ വന്നിട്ട് പ്ലഗ് അടിച്ച് ആ പ്ലഗിന്റെ പോയിന്റ് കുറച്ച് അടുപ്പിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നവുമില്ല, വണ്ടി ഓടുന്നുണ്ട്. ഇപ്പൊ എനിക്ക് അങ്ങനെ മിസ്സിങ് വന്ന് ഞാൻ ചെയ്യുന്നത് അതാണ്. വണ്ടി കുഴപ്പമില്ലാതെ ഓടുന്നത്. അപ്പൊ എനിക്ക് 3 ദിവസം നഷ്ടം, 3800 രൂപ എനിക്ക് നഷ്ടം. ഈ പണി അറിയുന്നില്ല, മാറ്റിക്കുന്ന സാധനത്തിനും നമ്മളാണ് വഹിക്കേണ്ടി വരുന്നത്. അപ്പൊ ഒരു വലിയ എമൗണ്ട്, ചെറിയൊരു കംപ്ലൈന്റ് നന്നാക്കി വരുമ്പോഴത്തേക്ക് വലിയൊരു എമൗണ്ട് ആയി പോകുന്നുണ്ട്. അതുപോലെ സാറ് പറഞ്ഞ ഓണം കഴിയുമ്പോഴത്തേക്ക് എല്ലാ പാർട്സും കാസർഗോഡ് ഷോറൂമിൽ എത്തുന്ന കണ്ടീഷനാക്കി തരാൻ സാറെന്ന് പറഞ്ഞതാണ്. ഒരു ഓയിൽ സീൽ പോലും അവിടെ കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. പകുതി സാധനം അവിടെ ചോദിക്കുന്നില്ല, ഓരോന്നും ചോദിക്കും. നമ്മുടെ പാർട്ട് നമ്പർ അടക്കം ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. ഓരോ സാധനം നോക്കിട്ടോ ഇല്ല. നമ്മളിതവിടെ പോയാൽ വാങ്ങട്ടെ. ഒരു വണ്ടി നിസ്സാര ഒരു ചെറിയ കംപ്ലൈന്റ് കൊണ്ട് വഴിക്കായി കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുമ്പോൾ സാധനമില്ല. ഇനി അത് കെട്ടിവെച്ച് നമ്മൾ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് തന്നെ എടുക്കാൻ മെക്കാനിക്കില്ല. ഇപ്പം ഇത് എന്ന് പറഞ്ഞൊരു പയ്യൻ മാത്രമല്ല പണിയെടുക്കുന്നത്. മെയിനായിട്ടുള്ള മിത്രങ്ങൾ ഇപ്പോൾ അവിടെ പണിയെടുക്കുന്നില്ല. ഈ ഒരു മെക്കാനിക്കിനെ കൊണ്ട് എത്ര വണ്ടി നന്നാക്കി എടുക്കാൻ പറ്റും? മെക്കാനിക് ഇല്ല, സ്പെയറും ഇല്ല. പിന്നെ ഈ മാറ്റുന്ന സാധനത്തിന് അവർക്ക് ഉത്തരവാദിത്വം വേണം. അവിടെ ഈ ക്യൂട്ടിന്റെ പണിക്ക് വേണ്ടി വന്ന ആളുടെ ഓട്ടോയ്ക്കാണ് മെയിൻ പ്രാധാന്യം കൊടുക്കുന്നത്. അവർ ക്യൂട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്തോ ഒരു അലർജി മാതിരിയാണ്. അപ്പോൾ ഷോറൂമിൽ തന്നെ ഉള്ള വേറെ ടീം, ഇപ്പൊ അവിടുന്ന് പോയ ടീം, അവർ എന്നോട് പറഞ്ഞത് നിങ്ങൾ ക്യൂട്ട് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ കൊടുത്ത് ഒഴിവാക്കിക്കോ. ഈ സാധനം മുന്നോട്ട് പോകുന്ന കേസല്ല. ഷോറൂമുകാർക്ക് ഭയങ്കര വലിവ ഈ ഇതിന് പണിയെടുക്കാനാണ് അവർ പറയുന്നത്. ഈ സാധനം നമ്മൾ എടുത്തു പോലും നമുക്ക് തപ്പിക്കാൻ പറ്റും. ഈ സാധനം ഇത് മെയിനായിട്ട് ഒരു ഈ പറഞ്ഞ മാതിരി നമുക്ക് ജീവിക്കാൻ വേണ്ടി എടുക്കുന്നൊരു വണ്ടിയാണ്. ആ വണ്ടി ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഞാൻ ഇത് അതിനുവേണ്ടിയാണ് എല്ലാവരും വരാൻ വേണ്ടി മാനേജ് ചെയ്തത്. ഇനി മിസ്സാണ് ആൾക്കാരുടെ ഞാൻ മെസ്സേജ് പാസ് ചെയ്യാം. കാസർഗോഡ് ജില്ല ആ പ്രശ്നം എന്താ നോക്കിയിട്ട് ഏതാണ് പ്രശ്നം? 10-20 ദിവസത്തിൽ കുറഞ്ഞ് അവർ ഡേറ്റ് തരുന്നില്ല. അത് ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു ദിവസം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ 40 ദിവസമായി ആ വണ്ടി കിടക്കുന്നത് തൊട്ടിട്ടില്ല. ഷോറൂമിൽ തന്നെ പറയുകയാണ് ടൈം കിട്ടുന്നില്ല. ഒരു മെക്കാനിക്ക് എത്ര വണ്ടി പണിയും? ബഹുമാനപ്പെട്ട ASM മഞ്ജുനാഥ് സാർ, വേദിയിലിരിക്കുന്ന
അക്കോവ കുടുംബത്തിൻ്റെ ഭാരവാഹികളെ, എൻ്റെ പ്രിയപ്പെട്ട അക്കോവ കുടുംബാംഗങ്ങളെ, എനിക്ക് ചോദിക്കാനുള്ളത് മഞ്ജുനാഥ് സാറിനോടാണ്. അതായത് നമ്മുടെ ക്യൂട്ട് ലോഞ്ച് ചെയ്തത് 2018 ലോഞ്ച് ചെയ്ത വണ്ടിയാണ്. ഏകദേശം 6 വർഷത്തോളമായി ക്യൂട്ട് ലോഞ്ച് ചെയ്തത്. ഈ ക്യൂട്ട് ലോഞ്ച് ചെയ്ത് നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് തവണ നമ്മളിത് കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇതുവരെ കമ്പനിയുടെ ഭാഗത്ത് നിന്നും കസ്റ്റമർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് ഞാൻ എണ്ണി പറയാം. അതുപോലെ കമ്പനിയുടെ ഭാഗത്ത് നിന്നും ഓരോ കസ്റ്റമേഴ്സിനും അവരെ എന്ത് സംഭാവന ചെയ്തു എന്നുള്ളത് എനിക്ക് ഈ വേദിയിൽ അറിയാൻ താല്പര്യമുണ്ട്. 1. 2, എൻ്റെ വണ്ടി ഇപ്പം നിലവിൽ എഞ്ചുമണിയാണ്. ഈ വണ്ടി ഇപ്പം നിലവിൽ കാക്കവയിൽ എൻകൗണ്ടേഴ്സിലാണുള്ളത്. അപ്പം ഞാൻ ഈ വണ്ടി പണിയായതിനു ശേഷം ഞാൻ കാസർഗോഡ് ഷോറൂമിൽ വിളിച്ചിട്ട് ചോദിച്ചു, ഇതിന് എഞ്ചുമണി എടുക്കുന്നതിന് എത്ര രൂപയാകുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, സാബോട്ട ഒരു 17,000 രൂപയിൽ മേലെ പോകില്ല എന്ന് പറഞ്ഞു. ഇതേ ചോദ്യം കണ്ണൂരിൽ ചോദിച്ചു, 36,000 രൂപ പറഞ്ഞു. ഇതേ ചോദ്യം കോഴിക്കോട് എൻകൗണ്ടേഴ്സ് ചോദിച്ചു, 37,000 രൂപ പറഞ്ഞു. ഇതേ ചോദ്യം തലശ്ശേരി ചോദിച്ചു, 36,000 രൂപ പറഞ്ഞു. ഇതേ ചോദ്യം മാനന്തവാടി ഷിജുവേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, 42,000 രൂപ പറഞ്ഞു. ഇതേ ചോദ്യം കാക്കവയൽ ചോദിച്ചു, കാക്കവയൽ 36,000 രൂപ പറഞ്ഞു. എനിക്ക് പോകാൻ എളുപ്പമുള്ള സ്ഥലമായതുകൊണ്ട് വണ്ടി കാക്കവയൽ കൊണ്ട് ചോദിച്ചു. കാരണം ഞാൻ വണ്ടി കെട്ടി വലിച്ചുകൊണ്ട് പോകണം. എനിക്ക് കാസർഗോഡേക്ക് കൊണ്ടുപോകണമെങ്കിൽ 17,000